ഒരു സഹോദരി വന്നൊരു സഹോദരി ധ്യാനത്തിനൊക്കെ ഡിസംബർ മാസത്തിലെ ക്രിസ്മസ് കഴിഞ്ഞുള്ള 26-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ളൊരു ധ്യാനത്തിലാണ്. ഒരു സഹോദരി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ധ്യാനത്തിന് വന്നത് എൻ്റെ കൂട്ടുകാരിക്ക് എൻ്റെ കൂട്ടുകാരത്തി എൻ്റെ അച്ഛാ 2 കുഞ്ഞു മക്കളാണ് ഉള്ളത്. അവര് ഇപ്പം ക്യാൻസർ പിടിപെട്ടു. ആദ്യം അതിൻ്റെ ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. ബ്രസ്റ്റ് ക്യാൻസർ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പം ലങ്സിന് ക്യാൻസറായി. അത് കഴിഞ്ഞിട്ട് ഇപ്പം യൂട്രസിന് ഇപ്പം സ്പ്രെഡ് ചെയ്തു. അത് കഴിഞ്ഞ് 2ാം ഭാഗം യൂട്രസിൻ്റെ ആണ്. ഇപ്പം ലങ്സിന് പിടിപെട്ട അറിയാമല്ലോ. ലങ്സിന് പിടിപെട്ട് ഓരോ ഓക്സിജൻ എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ ഈ സ്പ്രെഡ് ചെയ്യും. അതാണ് ലങ്സിന് പിടിച്ചു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ലെവലിലേക്ക് മാറും. അത് കഴിഞ്ഞിട്ട് ഈ ലങ്സിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ന്യൂമോണിയ പനി പിടിച്ച് നമ്മൾ മരണത്തിലേക്ക് പോകും. ഈ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞു. ഈ എൻ്റെ ഗീത എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സ്ത്രീയാണ്. ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ഇവിടെ വന്നതാച്ചാ. ഈ കൊച്ചിൻ്റെ കരച്ചിൽ കാണുമ്പം ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ നോക്കിയിട്ട് അവർ പറഞ്ഞു, ഇനി പോയി ക്രിസ്മസ് എല്ലാം കൂടിക്കോ, അത് കഴിഞ്ഞ് കണ്ടാൽ മതി എന്ന് പറഞ്ഞു വിട്ടതാ. എന്ന് പറഞ്ഞാൽ ഡോക്ടർമാര് ഉപേക്ഷിച്ചു. പക്ഷേ ഈ കുഞ്ഞിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛ, എനിക്ക് ആ പിള്ളേരുടെ കരച്ചിൽ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് വന്നതാ. അവൾ ചെറുപ്പത്തിൽ 22-ാം വയസ്സിൽ കല്യാണം കഴിഞ്ഞതാ. ഇപ്പം ആകെപ്പാടെ 26 വയസ്സേ ഉള്ളൂ. ഇവരുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വിഷമം കൊണ്ട് വന്നതാ അച്ഛാ. എനിക്ക് ആ കുടുംബത്തിൽ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവരുടെ കാഴ്ച കാണാൻ വിഷമമായിട്ട് പള്ളി വന്നതാ, ഈ ധ്യാനത്തിന് വന്നതാ. ഞാൻ അവൾക്ക് വേണ്ടി മധ്യസ്ഥ ഒഴിച്ച് പ്രാർത്ഥിക്കാൻ വന്നതാ. അച്ഛൻ ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഇങ്ങനെ അഭിഷേക ആരാധനയുണ്ട്. ധ്യാനം കഴിയുന്നതിൻ്റെ അവസാന ദിവസത്തെ അഭിഷേകാരാധന കഴിയുമ്പോൾ എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞപ്പം ഈശോ എന്തേലും ആ മകളെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കേൾക്കാം എന്ന് പറയും. അപ്പം സൗകര്യം അത് അഭിഷേകാരാധന കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് രാത്രിയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ രാവിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് നീ വീട്ടിൽ പോകുന്നതിന് മുമ്പ് എന്നെ വന്ന് കണ്ടിട്ട് വേണം പോകാൻ എന്ന് കർത്താവ് നിന്നോട് പറഞ്ഞ് വെളിപ്പെടുത്തി തരുന്നുണ്ട് എന്ന് ഞാൻ അവളോട് പറഞ്ഞു. ഇവള് ക്രിസ്തുവാന കഴിഞ്ഞ് ബലിയർപ്പണം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം ഇങ്ങനെയാണ് നിന്നോട് പറഞ്ഞത്, നീ നിൻ്റെ വീട്ടിൽ പോലും കയറാതെ നീ സ്വീകരിച്ച വിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ ആ രോഗിയായിരിക്കുന്ന മകളുടെ വീട്ടിൽ ചെന്ന് അവിടെ ശിരസിലേക്ക് കരങ്ങൾ വെച്ചിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ സ്വീകരിച്ച വിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ കാരുണ്യവാനായ ദൈവമേ, എൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന തിരുരക്തം ഈ മകളുടെ ശരീരത്തിലൂടെ ഒഴുകപ്പെട്ട് ഇവിടെ ശരീരത്തിലുള്ള എല്ലാ രോഗത്തിൻ്റെ മേഖലകളെ വിശുദ്ധീകരിക്കപ്പെടുവാൻ അങ്ങയുടെ തിരുരക്തം, എൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന അങ്ങയുടെ തിരുരക്തം ഈ മകളുടെ ശരീരത്തിലൂടെ ഒഴുകപ്പെടാൻ നീ ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇത് പ്രാർത്ഥന കഴിയാൻ എന്നിട്ട് ഈ സഹോദരി പോയി. കുറേ നാളുകൾക്ക് 2-3 മാസം കഴിഞ്ഞപ്പോൾ ശുശ്രൂഷകർ വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ, ഇങ്ങനെ ഒരു കുടുംബം വന്ന് നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു, വിളിക്കാൻ പറഞ്ഞു. അവർ വന്ന് കാണാൻ വരികയാണ്. കാണാൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛാ, എന്നെ അറിയുമോയെന്ന് ചോദിച്ചു. ഞാൻ നോക്കിയപ്പം എന്നെ അറിയുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരോടും അറിയില്ല. അത്രയും പറഞ്ഞാൽ ഒരു വിഷമമാകുകയല്ലേ. അതുകൊണ്ട് ഞാൻ പറയും, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, സത്യത്തിൽ എനിക്ക് അറിയത്തില്ല. അപ്പോൾ പക്ഷെ നമ്മൾ എത്രയോ പേര് എന്നും കാണുന്നതാ. അപ്പം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ, ഇന്ന് ഡിസംബറിൽ ഒരു ധ്യാനം ഓർക്കുന്നുണ്ടോ? ആ ധ്യാനത്തിന് ഞാനൊരു പെൺകുട്ടിയോട് ധ്യാനിക്കാൻ വേണ്ടി ഒരു പെൺകൊച്ചിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ ഓർത്തു. അപ്പം പറഞ്ഞു, ആ കൊച്ചാണ്, ഇതിൻ്റെ അകത്ത് ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, കയ്യിലേക്ക് തന്നിട്ട് പറയാണ്. അച്ഛൻ നോക്കാൻ പറഞ്ഞു. ഈ നോക്കിയപ്പം പറയാണ്, ഈ മകളുടെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ ഒരംശവുമില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമ്മൾ ഓർത്തു നോക്കണം, നമ്മുടെ ദൈവം, ജീവിക്കുന്ന ദൈവം, ആ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നിന്റെ ജീവിതം കർത്താവിനറിയാം. ആ കർത്താവിലേക്ക് നിന്റെ ജീവിതം ഒന്ന് വിട്ടുകൊടുത്തിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ചേ. ദൈവം ഏറ്റെടുക്കും നിന്റെ ജീവിതം മുഴുവൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദുഃഖങ്ങൾ വരട്ടെ, ദുരിതങ്ങൾ വരട്ടെ, ഒന്നും പേടിക്കേണ്ട. തിരമാലകൾ പോലെ ഇങ്ങനെ മുങ്ങത്തക്ക വിധം തിരമാലകൾ വീണിട്ടും ആ വള്ളത്തിന്മേൽ ഒരു തുള്ളി വെള്ളം വീഴ്ത്താത്തവനാണ് നമ്മുടെ ദൈവം. ഇങ്ങനെ പ്രതിസന്ധികൾ വരും. എന്തിനാണ് പ്രതിസന്ധി വരുമ്പോ എൻ്റെ കർത്താവേ എന്ന് വിളിക്കാം.
മനസ്സിലാവുന്നുണ്ടോ? എന്റെ കർത്താവിനെ മറന്നു പോകാതിരിക്കാനാണിത്. ആ കർത്താവിനെ വിളിക്കാനാ. നെഞ്ചുപൊട്ടി. എന്റെ ഭർത്താവിന്റെ മുമ്പിലല്ല കരയേണ്ടത്, ഭാര്യയുടെ മുമ്പിലല്ല കരയേണ്ടത്, മക്കളുടെ മുമ്പിലല്ല കരയേണ്ടത്, ഇവിടെ ഇരിക്കുന്ന വികാരിച്ചന്റെ അടുത്തല്ല കരയേണ്ടത്. അച്ഛാ, എന്റെ കുടുംബം മുഴുവൻ തകർന്നച്ചാ, എന്റെ മക്കൾ ഇങ്ങനെയായി പോയച്ചാ, പോയി കരയേണ്ടത് അവിടെയല്ല, കരയേണ്ടവന്റെ അടുത്ത് കരയണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 23 മുതലുള്ള തിരുലിഖിതം. ഈശോ തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി. തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു. അവൻ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അടുത്തെത്തി അവനെ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവേ, രക്ഷിക്കണമേ, ഞങ്ങളിതാ നശിക്കുന്നു. അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വലിയ ശാന്തതയുണ്ടായി. അവൻ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. നമ്മൾ ഇതിന് ഏറ്റവും പറ്റിയ സമയത്താണ്. നിങ്ങൾ കടലിൻ്റെ തീരത്ത്, കടലിൻ്റെ മക്കള്, ആ കടലിൻ്റെ മക്കളോട് ചേർന്ന് നമുക്ക് ഈ വചനത്തെ ഒന്ന് ധ്യാനിക്കാം. നിങ്ങൾക്ക് സുപരിചിതമായ ഈ കടലിനോട് ചേർത്തപ്പെട്ട് ഈശോ തോണിയിൽ കയറിയപ്പോൾ നമ്മൾ കൃത്യമായിട്ടും വചനത്തിൻ്റെ അർത്ഥതലത്തിലേക്ക് നമ്മളൊന്ന് കാണണം. ഈശോ തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു. അവൻ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അടുത്തെത്തി. അവർ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ഞങ്ങളിതാ നശിക്കുന്നു. ഈശോ ഉണർന്നിട്ട് പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? ഈ ദേശത്തുള്ളവരോട് നിങ്ങൾക്കിത് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കിത് മനസ്സിലാവും. എപ്പോഴാണ് ഒരു തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയരുക? നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാകില്ല. പുരുഷന്മാർക്ക്, കടലിൽ പോയിട്ടുള്ളവർ, ഞാനും കടലിൽ പോയിട്ടുള്ളവരാണ്, അതുകൊണ്ടാണ്. എപ്പോഴാണ്? കടലിൽ പണിക്ക് നല്ലതുപോലെ അധ്വാനിച്ച് പുറം കടലിൽ പോയി മീൻ പിടിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാനും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ കടലിൻ്റെ എല്ലാ ഓളങ്ങളും തിരമാലകളുടെ അവസ്ഥയും എനിക്കും അനുഭവിച്ചിട്ടുള്ളവനാണ്. അതുകൊണ്ട് എനിക്കറിയാം എപ്പോഴാണ് തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയരുന്നത്. എപ്പോഴാണ്? കരക്കാറ്റും കടൽക്കാറ്റും കൂടെ ഒരുമിച്ച് വന്നാൽ തോണി മുങ്ങും. കരക്കാറ്റ് വന്നാലും എന്ത് ചെയ്യും? അവരെങ്ങനെയെങ്കിലും അതിനെ പിടിച്ചു നിർത്താൻ, പങ്കായം വെച്ച് പിടിച്ചുപെടുത്താൻ നോക്കും. പക്ഷേ ഇത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ എടുത്തു പൊക്കും. ഈ ഫൈബർ ബോട്ടുകളൊക്കെ എടുത്തു പൊക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ പൊക്കാതിരിക്കാൻ ഇവിടുത്തെ അമ്മമാരെന്നാ ചെയ്യും? ഭർത്താവ് പോകുന്ന വള്ളത്തെ പിടിച്ചു നിർത്താൻ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം വഹിച്ച് കൊന്ത പഠിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മമാര് വീട്ടിലിരുന്ന് ഭർത്താക്കന്മാര് കടലിൽ പണിയുമ്പോൾ അമ്മമാരുടെ കയ്യിൽ നിന്ന് എന്ത് മാറുകയില്ല? കൊന്ത മാറുകയില്ല. അവരും ഇടുന്ന നങ്കുരമല്ല, അമ്മയുടെ കൊന്തയാണ് നങ്കുരം. ഹല്ലേലൂയ. അപ്പൊ ഈ നങ്കുരത്തില് ഈശോ കയറിയ തോണിയാണ് അല്ലേ? ഈശോയെ അനുധാവനം ചെയ്ത ശിഷ്യന്മാരാണ്. രണ്ടും ശ്രദ്ധിക്കണം. ഈശോ കയറിയപ്പോൾ യേശുവിനെ അനുധാവനം ചെയ്ത ശിഷ്യന്മാര്, ആ ശിഷ്യന്മാർ യാത്ര ചെയ്ത
ആ വഞ്ചിയിലാണ് എന്ത് സംഭവിച്ചേ? കാറ്റ് കൊടുങ്കാറ്റായി, ഉഗ്രമായ കൊടുങ്കാറ്റ് ഉണ്ടായി, തോണി മുങ്ങത്തക്ക വിധം. ആരാണ് മുക്കുവൻ? യഥാർത്ഥത്തിൽ പത്രോസ് ആരാണ്? വലിയ മുക്കുവൻ. വലിയ മുക്കുവൻ എന്ന സ്ഥാനപ്പേര് കിട്ടണം. എന്നാ കിട്ടണം? കടലിലെ മക്കളെ, ഈ വലിയ മുക്കുവൻ എന്നുള്ള പേര് കിട്ടണമെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു വലിയ മുക്കുവൻ എന്ന് പറയുക? എന്താണ്? എന്തുകൊണ്ടാ വലിയ മുക്കുവൻ എന്ന് പേര് കൊടുക്കുന്നേ? കടലിന്റെ എല്ലാ ഓളങ്ങളും തിരമാലകളും കൃത്യമായിട്ട് വിവേചിച്ചറിയാൻ പറ്റുന്നവനാണ് വലിയ മുക്കുവൻ. ഞങ്ങളുടെ നാട്ടില് പണ്ടത്തെ കാരണവന്മാര്, ചെരുപ്പിടാതെ നടന്നിരുന്ന കാരണവന്മാര്, ഈ കാലാവസ്ഥ മഴക്കാറ് കാണുമ്പോഴേ പറയും, ഇത്ര മണിക്ക് കാലാവസ്ഥ പ്രവചനമൊന്നും ആവശ്യമില്ല, ഇത്ര മണിക്ക് ഇന്ന സമയത്ത് മഴ പെയ്യും. പണ്ടത്തെ കാരണവന്മാര് പറയുമായിരുന്നു. കാരണം മണ്ണി ചവിട്ടി നടന്ന കാരണവന്മാർക്ക് കാലാവസ്ഥയുടെ വ്യതിയാനം കൃത്യമായിട്ട് അറിയാൻ വേണ്ടി. അതിന് കാലാവസ്ഥ പ്രവചനമൊന്നും ആവശ്യമില്ല. നിങ്ങൾ കാലാവസ്ഥ പ്രവചനം വെച്ചുകൊണ്ട് നിങ്ങൾ കടലിൽ പോയാൽ ഒന്നും കിട്ടുകയില്ല. മിക്ക ദിവസവും കാലാവസ്ഥ പ്രവചനം പറയും കാറ്റാണ്, ഇന്ന് കടലിൽ ഇറങ്ങാൻ പാടില്ല. എന്നിട്ടും നമ്മുടെ സഹോദരങ്ങൾ കടലിൽ പോകും. കാരണം അവർക്കറിയാം, കടലിൻ്റെ ഓളങ്ങൾ കൃത്യമായിട്ട് കണ്ടിട്ട് അവർക്ക് വിവേചിച്ചറിയാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് വലിയ മുക്കുവൻ. കൃത്യമായിട്ട് അറിയാം അവൻ എവിടെയാണ്. ഈ കടലിൽ ഇവിടെ നിന്നുകൊണ്ട് പറയും അവിടെ ഏത് മീനാണ് കടലിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതിന് പറ്റിയ വലയമായിട്ടാണ് മുക്കുവൻ പോവുക. പ്രൈസ് ദി ലോർഡ്. അത്രയും നല്ല നിശ്ചയമുള്ള വലിയ മുക്കുവനായ പത്രോസും കൂട്ടരും കയറിയ വള്ളമാണ് ഇപ്പൊ മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയരുകയാണ്. ഈ ഉയരുന്ന യേശു ആരാണ് ശരിക്കും? യേശു ആരാണ്? യേശു ശരിക്കും ആരാണ്? ആരുടെ മോനാണ്? തച്ചനായ മരപ്പണിക്കാരനായ യൗസേപ്പിന്റെ മോനായിട്ടാണ് വളരുന്നത്. അപ്പൊ അവൻ ചെയ്ത പണി എന്താണ്? മരപ്പണിയാണ്. ഈ മരപ്പണിക്കാരൻ്റെ അടുത്ത് എന്നാണ് വലിയ മുക്കുവനായ പത്രോസ് വിളിച്ചു കയറുന്നത്, ഞങ്ങളിതാ നശിക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ, പ്രയാസം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ സംഭവിച്ച അവനറിയാവുന്ന കടലിൻ്റെ എല്ലാ ഓളങ്ങളും തിരമാലകളും കൃത്യമായിട്ട് അറിയാവുന്ന വലുമൊക്കെ വാവിട്ട് നിലവിളിക്കും, ഞങ്ങളിതാ നശിക്കുകയാണ്. ഈശോ വിളിക്കുന്ന പേരെന്താണ്? ശിഷ്യന്മാരെ വിളിച്ച പേര് അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഈശോ ചോദിക്കുന്ന അത് ഗ്രീക്ക് വാക്കിൽ നിന്ന് വരുന്ന വാക്കാണ്. ഗ്രീക്ക് വാക്കില് ഒലഗെപെറ്റസ് എന്ന് പറഞ്ഞ വാക്ക്. ഒലഗെപെറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്പവിശ്വാസി എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കാനോ ദൈവത്തിന് വിട്ടുകൊടുക്കാനോ പറ്റാത്തവരെ ദൈവം വിളിക്കുന്ന പേരെന്താണ്? അല്പവിശ്വാസി. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വന്നു, ഒരു പ്രയാസം വന്നു, ഒരു ബുദ്ധിമുട്ട് വന്നു, ഒരു ഞെരുക്കം വന്നു, അല്പം കടബാധ്യത വന്നു, ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നില്ല, ഭാര്യ എന്നെ മനസ്സിലാക്കുന്നില്ല, മക്കൾ എന്നെ മനസ്സിലാക്കുന്നില്ല, അവരൊന്നും മനസ്സിലാക്കാതെ വന്നു. ഞാൻ നോക്കിയെടുത്തെല്ലാം എന്നും കർത്താവിന്റെ സന്നിധി വരുന്ന, എന്നും പള്ളിയിൽ വരുന്നതാ, എന്നും ഞാൻ ഈശോയെ സ്വീകരിക്കുന്നതാ, എന്തൊക്കെ കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന, എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളാ, പ്രയാസങ്ങളാ, ബുദ്ധിമുട്ടുകളാ. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ജീവിതത്തിൽ എല്ലാം ഇത്രയും നാളും ദൈവം പോറ്റിയതിനെ വളർത്തിയതിനെല്ലാം മറന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ദൈവത്തിന് വിട്ടുകൂടി എത്രയും നാളും എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എൻ്റെ പൊന്നു തമ്പുരാൻ ഇതുവരെ എൻ്റെ ജീവിതം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ജീവിതവും കർത്താവ് നടത്തുമെന്നുള്ള വിശ്വാസം എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെട്ടവരെ ദൈവം വിളിക്കുന്ന പേരാണ് അല്പവിശ്വാസി. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിളിച്ചിട്ടല്ലേ നിങ്ങൾ ഈ തോണിയിൽ കയറിയത്? ഈശോ അവരോട് ചോദിക്കുക, ഞാൻ പറഞ്ഞിട്ടല്ലേ
നിങ്ങൾ തോണിയിൽ കയറിയത്. ഈ തോണി കയറിയ ഞാൻ ഈ കൊടുങ്കാറ്റ് മുങ്ങത്തക്ക വിധം മുങ്ങിയ തിരമാലകൾ മുങ്ങത്തക്ക വിധം ഇങ്ങനെ അടിച്ചു കയറുകയാണ്. എന്നിട്ടും ആര് കിടന്നുറങ്ങുകയാണ്? ഈശോ ഉറങ്ങുകയാണ്. ഇതാണ് നമ്മൾ അത് ഉറങ്ങുന്ന ഈശോയെ നമ്മൾ ധ്യാനിക്കും. ജീവിതത്തിന്റെ ഇങ്ങനെ തിരമാലകള് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള സഹനത്തിലൂടെയും വിഷമത്തിലൂടെയും ആകുലത്തിലൂടെയും ഒക്കെ വരും. തിരമാലകൾ പോലെ ജീവിതത്തിൽ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും കർത്താവ് അവിടെ ഉറങ്ങുന്നുണ്ട്. ഈശോന്റെ കൂടെയുണ്ട്. അവൻ അറിയാതെ ഒരു തുള്ളി വെള്ളം എൻ്റെ ജീവിതമാകുന്ന തോണിയിൽ വീഴില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാത്തവരെ ദൈവം വിളിക്കുന്ന പേരാണ് അല്പവിശ്വാസി. നമ്മൾ വചനത്തിൽ ഓർക്കണം. ഈ വചനത്തില് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ദൈവ പരിപാലനയെ കുറിച്ച് ഈശോ പഠിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ടത്. ദൈവ പരിപാലനയെ കുറിച്ച് ഈശോ ഈ അല്പവിശ്വാസികളെ ദൈവം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇന്നുള്ളതും നാളെ തീയിലെറിയപ്പെടുന്നതുമായ ഈ പുല്ലിനെ ദൈവം ഇത്രമാത്രം അലങ്കരിക്കുന്നുണ്ടെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിന് ഭയപ്പെടുത്തും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഓർക്കണം, കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്, തിരുവചനം പറയുകയാണ്, നമ്മുടെ അനുദിന ജീവിതത്തെ ദൈവം എടുത്ത് നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് അല്പവിശ്വാസികളെ ഭയപ്പെടുന്നത്? ഞാൻ നിങ്ങളുടെ കൂടപ്പിറപ്പ് പോലെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരം എന്ന വണ്ണം നിങ്ങളുടെ ദൈവികാരൻ ഈശോയെ സ്വീകരിച്ചിട്ട് നീ നിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഞെരുക്കങ്ങളോ കടബാധ്യതകളോ വരുമ്പോ നീ എന്തിനാണ് ഭയപ്പെടുന്നത്? നീ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത്? നീ എന്തിനാണ് പ്രയാസപ്പെടുന്നത്? ഞാൻ നിന്റെ കൂടെയില്ലേ? തിരുവചനത്തിൽ ഏറ്റവും കൂടുതൽ പഴയ നിയമത്തിലെ പുതിയ നിയമവും കൂടെ ചേർത്ത് വെച്ചാൽ 365 പ്രാവശ്യം ദൈവം പറയുന്ന വാക്കെന്താണെന്നറിയാവോ? ഭയപ്പെടേണ്ട. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 365 ദിവസം ഒരു വർഷം എന്ന് ഉണ്ടാക്കുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞു, ഓരോ ദിവസവും ദൈവം നമ്മോട് പറയുന്ന എന്താണ്? ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ദൈവികാര്യമായിട്ട് ഈശോന്റെ കൂടെ വസിക്കുന്ന കർത്താവ് നിന്റെ മേത്തോട്ട് ഒരു തുള്ളി മണ്ണോ ഒരു തുള്ളി വെള്ളമോ വീഴുവാൻ അവൻ അനുവദിക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇതറിഞ്ഞിട്ട് വേണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ. ആ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഈ തിരിച്ചറിവാണ്. അതില്ലാതെ വരുമ്പോ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇതാണ് ഈശോവചനം പറയുന്നത്, എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് ചിന്തിക്കുന്നവരെ കുറിച്ച് വചനം പറയുകയാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ഉത്കണ്ഠരാകേണ്ട, നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? നിങ്ങൾ ലുക്ക് അറ്റ് ദ സ്കൈസ്. ആകാശത്തിലെ പക്ഷികളെ നോക്ക്. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അറപ്പറുകളിൽ ശേഖരിക്കുന്നില്ല. എന്നിട്ടും അവയെ സൃഷ്ടിച്ച സ്വർഗസ്ഥനായ പിതാവ് അവരെ പോറ്റുന്നു. ഹല്ലേലൂയ. അവയൊക്കെ ഉത്കണ്ഠ മൂലം നിങ്ങളുടെ ആയുസ്സിന്റെ ഒരു ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങൾക്ക് പറ്റുമോ? കുറയ്ക്കാൻ പറ്റും. ഉള്ള ബിപിയും ഷുഗറും അസ്വസ്ഥതയും വയറുകമ്പീരും അസ്വസ്ഥത കൂടിയിട്ട് ഇങ്ങനെ അടിവയറ്റിന്നാണ്, നെഞ്ചരിച്ചില്, പുളിച്ചതേകെട്ടില്, വയറുകമ്പീര്. നമ്മൾ അസ്വസ്ഥത നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ എൻ്റെ ഉള്ളിലുണ്ടാകുന്ന പ്രതിഭാസങ്ങളാണ്. വയറ് പറയും, വായുവിന്റെ കോപം. ഹല്ലേലൂയ. ദൈവത്തിന് വിട്ടുകൊടുക്കാൻ പറ്റാത്തവരെ ദൈവം വിളിക്കുന്ന പേരാണ് അല്പവിശ്വാസി എന്ന് പറയും. നമ്മുടെ ജീവിതത്തിന്റെ പല ജീവിതത്തിലും വന്നേക്കുന്നത് ഈ അല്പവിശ്വാസമാണ്. എൻ്റെ കൂടെ കർത്താവ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ അവനെ ശരണപ്പെടുന്നില്ല, അവന് നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല.
ഈശോ വചനത്തിലൂടെ പറയുന്നത് എന്താണ്? നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ ആവണമെന്നാണ്. എന്താണ് കുഞ്ഞുങ്ങളെ പോലെ ആകണം? അവർക്കുള്ളതാണ് സ്വർഗരാജ്യം എന്നാ പറയുക. കുഞ്ഞുങ്ങളെ പോലെ ആവണമെന്ന് ഈശോ പറയാൻ കാരണം എന്താണ്? എന്താണ് കുഞ്ഞുങ്ങളുടെ പ്രത്യേകത? കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്താണ്? കുഞ്ഞുങ്ങളെ പോലെ ആയാൽ മാത്രമേ ഉള്ളൂ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. എന്താണ് കുഞ്ഞിൻ്റെ പ്രത്യേകത? നിഷ്കളങ്കരാണ്, പിന്നെ നിഷ്കളങ്കരാണ്. അതൊക്കെ ശരിയാണ്. യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയോ? തന്നെ തല്ലുന്ന അമ്മയുടെ കാലെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുന്നൊരു കുഞ്ഞുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? തന്നെ തല്ലുമ്പോഴും ആ തല്ലുന്ന അമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച്, കുഞ്ഞായിരിക്കുമ്പോഴാണ്, ഇച്ചോടെ പ്രായമായ ഓടിപ്പോവും. ബുദ്ധിയുടെ വളർച്ച കൂടുന്നതനുസരിച്ച് നമ്മൾ ഓടിയിട്ട് രക്ഷപ്പെടും. പക്ഷേ കുഞ്ഞിൻ്റെ മനോഭാവത്തിൽ തല്ലുന്ന അമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന കുഞ്ഞാണ്, ആ കുഞ്ഞിനാണ് സ്വർഗരാജ്യത്തിൽ പോവുക. എന്തുകൊണ്ടത്? എൻ്റെ അമ്മ എന്നെ തല്ലിയാലും എന്നെ കൊല്ലില്ല എന്നുള്ള വിശ്വാസമാണ്. എൻ്റെ അമ്മ എന്നെ തല്ലിയാലും കൊല്ലില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പഠിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വന്നാലും എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും കാണാതെ എൻ്റെ ദൈവം എന്നെ മാറ്റി നിർത്തുകയില്ല എന്നുള്ള വിശ്വാസം. ഇങ്ങനെ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിലേക്ക് വന്നാൽ മാത്രമേ, അല്ലാത്ത പക്ഷം നമ്മുടെ അല്പവിശ്വാസമാണ്. ദൈവം എന്തെങ്കിലും തരുമോ, അവിടെ തരുമോ, നമ്മൾ അതിനോട്ട് ഓടുകയാണ്. ഇപ്പം പല അല്പവിശ്വാസം കൂടിയിട്ട് അന്ധവിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ എന്തെങ്കിലും അത്ഭുതം കൊണ്ട്, ഇവിടെ എന്തെങ്കിലും അത്ഭുതം കൊണ്ട്, അവിടെ രോഗശാന്തി കൊണ്ട് നമ്മൾ ഓട്ടാണ്. കാണാനും കേൾക്കാനും ഓട്ടാണ്. ഇത് ചില അന്ധവിശ്വാസത്തിലേക്ക് നമ്മളെ നയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. അപ്പൊ നമ്മൾ ഓർത്തോണം, അവിടെ ഇവിടെയല്ല. ദൈവികാരൻ ഈശോ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ജീവിക്കുന്ന ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിക്കാതെ അവര് പറഞ്ഞു ഇവര് പറഞ്ഞു എന്ന് പറഞ്ഞ ഓട്ടമല്ലത്. മറിച്ച് നിന്റെ ദൈവം എന്നെ സൃഷ്ടിച്ച് ഇതുവരെ എന്നെ പരിപാലിക്കുന്ന ദൈവം, ആ ദൈവത്തിലുള്ള ആശ്രയബോധത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. എന്നിട്ട് ഒഴിക്കുകയാണ്, ഇങ്ങനെ വചനം നോക്കുകയാണ്, നിങ്ങൾ എന്ത് ധരിക്കുന്ന ആവലപ്പെടേണ്ട, വിജാതിയരാണ് ഇത്, അവരാണ് വിജാതിരാണ് ഇവയെ ആവശ്യപ്പെടുന്നത്. കാരണം എന്നതാണ്? വിജാതിയരുടെ പ്രത്യേകത എന്താണ്? ആരാണ് വിജാതിയര്? ദൈവത്തെ അറിയാത്ത, ദൈവത്തെ അറിയത്തില്ലാത്തവർക്ക് അവർക്ക് വേറെ രക്ഷയില്ല. അതുകൊണ്ട് അവർക്ക് ഉത്കണ്ഠപ്പെടണം, ആകുലപ്പെടണം, അസ്വസ്ഥപ്പെടണം. കാരണം അവർക്ക് ആരെയും അറിയത്തില്ല, ജീവിക്കുന്ന ദൈവത്തെ അറിയത്തില്ല. ദൈവത്തെ അറിയുന്ന മക്കൾക്ക് ഇത് ഒന്നിനെയും കുറിച്ചും ആകുലപ്പെടണം. നിങ്ങൾ ഓർത്ത് നോക്കിയാൽ വീട്ടിലെ കൊച്ചിന് ഫീസ് കെട്ടാൻ സമയമായി. ഓക്കെ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഫീസ് കെട്ടാനുള്ള സമയമായി എന്ന് കരുതുക. ഫീസ് കെട്ടാനുള്ള സമയമാകുമ്പോൾ, അല്ലെങ്കിൽ കൊച്ച് കല്യാണപ്രായം എത്തി, ഞാൻ കല്യാണപ്രായം എത്തിയെന്ന് വീട്ടുകാരോട് പറയണോ? അതിനുള്ളതെല്ലാം എന്ത് ചെയ്യും? കാലേ കൂട്ടി എന്ത് ചെയ്യും? നമ്മൾ കാരണന്മാരൊരുക്കും. കാരണം എന്താണ്? എൻ്റെ കൊച്ചിന് അടുത്ത മാസം ഫീസ് കൊടുക്കാനുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ അത് സ്വരൂപിക്കും, അല്ലേ? കാരണം എന്താണ്? എൻ്റെ മക്കൾക്ക് ഇത് ആവശ്യമാണെന്ന് ആരറിയുന്നുണ്ട്? ആ മാതാപിതാക്കൾ അറിയുന്നുണ്ട്. അതിനു വേണ്ടി നേരത്തെ ഒരുങ്ങും. കിട്ടുന്നതെല്ലാം ഇച്ചിരിച്ച് പൊന്നാക്കി മാറ്റും. ഇച്ചിരി പൈസ മിച്ചം വെച്ച് പൊന്നാക്കി അത് അവളുടെ കല്യാണത്തിന് വേണ്ടി നമ്മൾ സ്വരൂപിച്ചുകൊണ്ടിരിക്കും. അവൾക്ക് ഫീസ് കെട്ടാം, പരീക്ഷയുടെ ഫീസ് കെട്ടാം. അവൾ വന്നിട്ട് ചിലപ്പം അവനും വന്നിട്ട് അമ്മച്ചി നാളെ ഫീസ് കൊടുക്കണം. നമുക്കറിയാം, നമ്മൾ മുൻകൂട്ടി കാണും ഇത് അവിടെ ഫീസ് കൊടുക്കാൻ. കാരണം എന്താണ്?
എൻ്റെ അപ്പനും അമ്മയ്ക്കും അറിയാം എനിക്ക് ആവശ്യം എന്താണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് ആർക്കറിയാം? നമ്മൾ കിടന്ന് ആകുലപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട. അസ്വസ്ഥപ്പെടുന്ന ഒരു വചനം പറയാണ്, അത് വിജാതിരാണ്. അവർ ആ വിജാതിരാണ്. ചിലര് ലൂക്കായുടെ സുവിശേഷത്തിൽ ഇതിനകത്ത് വിജാതിർ എന്ന വാക്കിന് പകരം പാപികൾ എന്നാണ് ഉപയോഗിക്കുക. നാളത്തെക്കുറിച്ച് ഉൾക്കൊണ്ട് എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും ചിന്തിക്കുന്നവര്, അന്വേഷിക്കുന്നവർ ആരാണ്? അവർ പാപികളാണെന്നാ പറയുന്നത്. ദൈവാശ്രയ ബോധമില്ലാത്തവരാണ്. വിജാതിര് മാത്രമല്ല, ദൈവത്തിൽ ആശ്രയിക്കാത്തവരും ഈ ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിനക്ക് എന്ത് ആവശ്യമുണ്ടെന്ന് അവൻ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം ദൈവം ക്രമീകരിക്കും. നീ ഒരു കാര്യം ചെയ്താൽ മതി, നിന്റെ കർത്താവിനെ നാഥൻ രക്ഷകനുമായി നീ സ്വീകരിച്ചാൽ മതി. എന്നിട്ട് ദൈവം എനിക്ക് തന്ന കഴിവ്, ദൈവം എനിക്ക് തന്ന ആരോഗ്യം, എനിക്ക് തന്ന ബുദ്ധിശക്തി, അത് കർത്താവിന്റെ സന്നിധി സമർപ്പിച്ചിട്ട് ഇന്നേ ദിവസം കർത്താവ് എന്നിലൂടെ പ്രവർത്തിക്കാൻ എൻ്റെ ജീവിതത്തെ ദൈവത്തിന് വിട്ടുകൊടുത്താൽ മതി. നിന്നിലൂടെ കർത്താവ് പ്രവർത്തിച്ചുകൊള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിന്നെ കർത്താവ് നിന്റെ ജീവിതത്തെ കൊടുത്താൽ മതി. ദൈവത്തിന് അസാധ്യം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം സിസി ഭരണങ്ങാനം ധ്യാന കേന്ദ്രത്തിലായിരുന്ന സമയത്ത് ഒരു സഹോദരി വന്നൊരു സഹോദരി ധ്യാനത്തിനൊക്കെ ഡിസംബർ മാസത്തിലെ ക്രിസ്മസ് കഴിഞ്ഞുള്ള 26-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ഉള്ളൊരു ധ്യാനത്തിലാണ്. ഒരു സഹോദരി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ ധ്യാനത്തിന് വന്നത് എൻ്റെ കൂട്ടുകാരത്തിക്ക് എൻ്റെ കൂട്ടുകാരത്തി എൻ്റെ അച്ഛാ 2 കുഞ്ഞു മക്കളാണ് ഉള്ളത്. അവർ ഇപ്പം ക്യാൻസർ പിടിപെട്ടു. ആദ്യം അതിൻ്റെ ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. ബ്രസ്റ്റ് ക്യാൻസർ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പം ലങ്സിന് ക്യാൻസറായി. അത് കഴിഞ്ഞിട്ട് ഇപ്പം യൂട്രസിന് ഇപ്പം സ്പ്രെഡ് ചെയ്തു. അത് കഴിഞ്ഞ് 2ാം ഭാഗം യൂട്രസിനാണ്. ഇപ്പം ലങ്സിനും പിടിപെട്ട അറിയാമല്ലോ. ലങ്സിന് പിടിപെട്ട് ഓരോ ഓക്സിജൻ എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ ഈ സ്പ്രെഡ് ചെയ്യും. അതാണ് ലങ്സിന് പിടിച്ചു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ലെവലിലേക്ക് മാറും. അത് കഴിഞ്ഞിട്ട് ഈ ലങ്സിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ന്യൂമോണിയ പനി പിടിച്ച് നമ്മൾ മരണത്തിലേക്ക് പോകും. ഈ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞു. ഈ എൻ്റെ ഗീത എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സ്ത്രീയാണ്. ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ഇവിടെ വന്നതാച്ചാ. ഈ കൊച്ചിൻ്റെ കരച്ചിൽ കാണുമ്പം ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ നോക്കിയിട്ട് അവർ പറഞ്ഞു, ഇനി പോയി ക്രിസ്മസ് എല്ലാം കൂടിക്കോ, അത് കഴിഞ്ഞ് കണ്ടാൽ മതി എന്ന് പറഞ്ഞു വിട്ടതാ. എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ ഉപേക്ഷിച്ചു. പക്ഷേ ഈ കുഞ്ഞിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛ, എനിക്ക് ആ പിള്ളേരുടെ കരച്ചിൽ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് വന്നതാ. അവൾ ചെറുപ്പത്തിൽ 22-ാം വയസ്സിൽ കല്യാണം കഴിഞ്ഞതാ. ഇപ്പോൾ ആകെപ്പാടെ 26 വയസ്സേ ഉള്ളൂ. ഇവരുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വിഷമം കൊണ്ട് വന്നതാച്ചാ. എനിക്ക് ആ കുടുംബത്തിൽ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവരുടെ കാർച്ച കാണാൻ വിഷമമായിട്ട് പള്ളി വന്നതാ, ഈ ധ്യാനത്തിന് വന്നതാ. ഞാൻ അവൾക്ക് വേണ്ടി മധ്യസ്ഥ ഒഴിച്ച് പ്രാർത്ഥിക്കാൻ വന്നതാ. അച്ഛൻ ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഇങ്ങനെ അഭിഷേക ആരാധനയുണ്ട്. ധ്യാനം കഴിയുന്നതിൻ്റെ അവസാന ദിവസത്തെ അഭിഷേകാരാധന കഴിയുമ്പോൾ എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞപ്പം ഈശോ എന്തേലും ആ മകളെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കേൾക്കാം എന്ന് പറഞ്ഞു. അപ്പം സൗകര്യം അത് അഭിഷേകാരാധന കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് രാത്രിയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ രാവിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് നീ വീട്ടിൽ പോകുന്നതിന് മുമ്പ് എന്നെ വന്ന് കണ്ടിട്ട് വേണം പോകാൻ എന്ന് കർത്താവ് നിന്നോട് പറഞ്ഞ് വെളിപ്പെടുത്തി തരുന്നുണ്ട് എന്ന് ഞാൻ അവളോട് പറഞ്ഞു. ഇവൾ ക്രിസ്തുവാന കഴിഞ്ഞ് ബലിയർപ്പണം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം ഇങ്ങനെയാണ് നിന്നോട് പറഞ്ഞത്, നീ നിൻ്റെ വീട്ടിൽ പോലും കയറാതെ നീ സ്വീകരിച്ച വിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ ആ രോഗിയായിരിക്കുന്ന മകളുടെ വീട്ടിൽ ചെന്ന് അവിടെ ശിരസിലേക്ക് കരങ്ങൾ വെച്ചിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ സ്വീകരിച്ച വിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ കാരുണ്യവാനായ ദൈവമേ, എൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന തിരുരക്തം ഈ മകളുടെ ശരീരത്തിലൂടെ ഒഴുകപ്പെട്ട് ഇവിടെ ശരീരത്തിലുള്ള എല്ലാ രോഗത്തിൻ്റെ മേഖലകളെ വിശുദ്ധീകരിക്കപ്പെടുവാൻ അങ്ങയുടെ തിരുരക്തം, എൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന അങ്ങയുടെ തിരുരക്തം ഈ മകളുടെ ശരീരത്തിലൂടെ ഒഴുകപ്പെടാൻ നീ ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇത് പ്രാർത്ഥന കഴിയാൻ എന്നിട്ട് ഈ സഹോദരി പോയി. കുറേ നാളുകൾക്ക് 2-3 മാസം കഴിഞ്ഞപ്പോൾ ശുശ്രൂഷകർ വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഒരു കുടുംബം വന്ന് നിപ്പുണ്ട്,
ഞാൻ പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു. അവർ വന്ന് കാണാൻ വരികയാണ്. കാണാൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛാ എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ നോക്കിയപ്പം എന്നെ അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരോടും പറയല, അറിയേല. അത്രയും പറഞ്ഞാൽ ഒരു വിഷമമാകുകയല്ലേ. അതുകൊണ്ട് ഞാൻ പറയും, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയാ സത്യത്തിൽ എനിക്കറിയത്തില്ല. അപ്പോൾ പക്ഷേ നമ്മൾ എത്രയോ പേര് എന്നും കാണുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ ഇന്ന് ഡിസംബറിൽ ഒരു ധ്യാനം ഓർക്കുന്നുണ്ടോ? ആ ധ്യാനത്തിന് ഞാനൊരു പെൺകുട്ടിയോട് ധ്യാനിക്കാൻ വേണ്ടി ഒരു പെൺകൊച്ചിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ ഓർത്തു. അപ്പം പറഞ്ഞു, ആ കൊച്ചാണ്, ഇതിൻ്റെ അകത്ത് ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് പറയാണ്, അച്ഛൻ നോക്കാൻ പറഞ്ഞു. ഈ നോക്കിയപ്പം പറയാണ്, ഈ മകളുടെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ ഒരംശവുമില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമ്മൾ ഓർത്തു നോക്കണം, നമ്മുടെ ദൈവം, ജീവിക്കുന്ന ദൈവം, ആ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ദൈവ എന്നെ ഈ തോണിയിലേക്ക് കയറ്റിയിരിക്കുന്നത്, എൻ്റെ ജീവിതമാകുന്ന തോണിയിലേക്ക്. ആ ദൈവം എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആ ദൈവമാണ് എന്നെ ഈ നിമിഷം വരെ പരിപാലിക്കുന്നത്. നിന്റെ കഴിവുകൊണ്ടൊന്നുമല്ല, നിന്റെ ബുദ്ധിശക്തി കൊണ്ടൊന്നുമല്ല നീ ജീവിക്കുന്നത്. ദൈവം നമുക്ക് തരുന്ന, നമ്മൾ ഓർത്ത് നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജീവൻ നിലനിർത്താൻ പറ്റുന്ന, നമ്മുടെ ശരീരത്തിൽ ജീവൻ നിലനിർത്തുന്ന സാധനം ഏതാണ്? എന്തോ? നമ്മൾ ഇതുവരെ ടാക്സ് കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. ബാക്കി എല്ലാത്തിനും ഇനി എന്നാണോ മൂക്കുത്തി പോലെ ഇവിടെ മീറ്റർ പിടിപ്പിക്കുന്ന എനിക്കറിയത്തില്ല. ബാക്കി എല്ലാത്തിനും നമുക്ക് നികുതി അടയ്ക്കണം. ഇനി ഒരു ശ്വാസം മുട്ടേ വല്ലതും വന്ന് ഓക്സിജന്റെ ആവശ്യം വന്നാൽ മാത്രം നമുക്ക് ടാക്സ് കൊടുക്കാൻ മതി. ഈ ജീവൻ നിലനിർത്തുന്നത് എന്താണ്? ശ്വാസമാണ്. നമ്മൾ എന്നേലും അതിനെപ്പറ്റി വ്യാകുലപ്പെട്ടിട്ടുണ്ടോ? ശ്വാസം മുട്ടൽ വരുന്നവരെ ഏറ്റവും ആവശ്യമുള്ളതാണ്. കോവിഡ് കാലത്താണ് ഓക്സിജൻ സിലിണ്ടറുമായിട്ട് നടന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടി, എൻ്റെ കർത്താവേ എനിക്ക് വായു തരണേ കർത്താവേ, പ്രാർത്ഥിക്കും ഗുരുവേ നമോ നമ. 2 കിലോ വായു തരാവോ? 2 എന്നേലും പോയി ചോദിക്കേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ എന്നെങ്കിലും ഒരു അല്പം വായുവിന് വേണ്ടി ചോദിച്ചിട്ടുണ്ടോ ആരോടെങ്കിലും? ചേച്ചി അവിടെ വായു 2 കിലോ ഉണ്ടെങ്കിൽ തരാവോ? ചോദിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളതാണിത്. ഒരു സെക്കൻഡ് എൻ്റെ വായു നിന്ന് കഴിഞ്ഞാൽ ജീവൻ തീരും. ബ്രെയിൻ അടിച്ചു പോവും, നമ്മുടെ ബ്രെയിൻ അടിച്ചു പോവും ഓക്സിജൻ ഇല്ലെങ്കിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പം ഗർഭിണിയായ ഭാര്യ, ഈ കൊച്ചിന് കൃത്യസമയത്ത് കുഞ്ഞുങ്ങൾ പുറത്തു വരാതെ ഇരുന്ന് കഴിഞ്ഞാൽ ആ പല കുഞ്ഞുങ്ങളും മന്ദബുദ്ധികളായി പോകുന്നതിന്റെ കാരണം അതാണ്. പ്രോപ്പറായിട്ട് ഓക്സിജൻ കിട്ടാത്തതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഓർത്തോണം, ആ ഒരു സെക്കൻഡല്ലോ, മൈന്യൂട്ട് സെക്കൻഡ്, ഞാൻ കിടക്കാൻ നേരത്തെ എൻ്റെ ദൈവമേ വായു കാണുവാവോ എന്ന് ആകുലപ്പെട്ട ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നവർ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ കിടക്കാൻ നേരത്ത് കിടക്കപ്പായിൽ കൊന്തയിൽ പ്രാർത്ഥിക്കുക, എൻ്റെ കർത്താവേ രാത്രി മുഴുവനും വായു കിട്ടണേ എന്ന്. ജീവിതത്തിൽ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമാണ്. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാറ് പോലുമില്ല. അതാരാ തരുന്നേ? നിനക്ക് ജീവൻ. തിരുവചനം എന്താണ്? അവൻ മണ്ണുണ്ടാക്കി, മണ്ണുകൊണ്ട് പൂഴി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി, അവന്റെ നാസേന്ദ്രത്തിലേക്ക് ജീവനൂതി. അതുകൊണ്ടല്ലേ നിങ്ങളുടെ ഇവിടെ പറയാറുണ്ടോന്ന് എനിക്കറിയത്തില്ല, ഞങ്ങളുടെ നാട്ടിലെല്ലാം പറയുന്ന വാക്ക് എന്നാന്നറിയോ? കാറ്റുപോയി, ചത്തുപോയെന്ന് പറയുന്നതിനാ കാറ്റുപോയി. വായു നിന്നു പോയെന്ന് അതിൻ്റെ അർത്ഥം. ജീവൻ പോയി, കാറ്റ്. അപ്പൊ ഈശോ അതുകൊണ്ടാ പറയും, നിങ്ങൾ ആദ്യം അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയൊക്കെ തമ്പുരാൻ നിനക്ക് തന്നോളും.
നമ്മൾ അത് കഴിഞ്ഞിട്ട് ആകുലപ്പെടേണ്ടത്. നിങ്ങൾ ആകുലപ്പെടുകയും ഉത്കണ്ഠപ്പെടുകയും ചെയ്യുമായിരുന്നെങ്കിൽ വായുവിന് വേണ്ടിയായിരുന്നു ഉത്കണ്ഠപ്പെടേണ്ടത്. പക്ഷെ അതൊക്കെ ദൈവം ക്രമീകരിച്ചിരുന്നു. ഇത്രയും ക്രമീകരിച്ചു തരുന്ന ദൈവത്തിന് എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇത് നമ്മൾ അത് ദൈവത്തിൽ ആശ്രയിക്കേണ്ടവരാ. വീണ്ടും വചനം പറയാണ്, മത്തായിയുടെ സുവിശേഷത്തില് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു തലത്തിലേക്ക് നമ്മൾ കയറാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് എഴുന്നേറ്റ് നിന്ന്. കാരണം നിങ്ങൾക്ക് ഈ തറയിൽ ഇരിക്കുന്നത് അത്ര പന്തിയല്ല. എനിക്കറിയാം, നടുവേദനയും തലവേദനയും ഉള്ളവർ ആ നടുവേദനയും തലവേദനയും ഒക്കെ വെച്ചോണ്ട് ഇനി പരാതി പറയരുത് കർത്താവിനോട്. പരാതി പറയാതെ കർത്താവിൻ്റെ മുമ്പിൽ പരാതിപ്പെടാനാണെങ്കിൽ വായുവിന് വേണ്ടിയാ പരാതിപ്പെടേണ്ടത്. ബാക്കിയെല്ലാം ദൈവം ഈ ഭൂമി ക്രമീകരിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് അറിയാതെ ഉയർത്തിക്കേ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, നമ്മുടെ ജീവൻ തന്ന കർത്താവിന്, പരിപൂർണമായിട്ട് എൻ്റെ കർത്താവിന് ഈശോ ചോദിക്കുക, നിങ്ങൾ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് കുടിക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട. നിന്റെ ജീവിതം കർത്താവിനറിയാം. ആ കർത്താവിലേക്ക് നിന്റെ ജീവിതം ഒന്ന് വിട്ടുകൊടുത്തിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ചേ. ദൈവം ഏറ്റെടുക്കും നിന്റെ ജീവിതം മുഴുവൻ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ദുഃഖങ്ങൾ വരട്ടെ, ദുരിതങ്ങൾ വരട്ടെ, ഒന്നും പേടിക്കേണ്ട. തിരമാലകൾ പോലെ ഇങ്ങനെ മുങ്ങത്തക്ക വിധം തിരമാലകൾ വീണിട്ടും ആ വള്ളത്തിന്മേൽ ഒരു തുള്ളി വെള്ളം വീഴ്ത്താത്തവനാണ് നമ്മുടെ ദൈവം. ഇങ്ങനെ പ്രതിസന്ധികൾ വരും. എന്തിനാണ് പ്രതിസന്ധി വരുമ്പോ എന്റെ കർത്താവേ എന്ന് വിളിക്കാം. മനസ്സിലാവുന്നുണ്ടോ? എന്റെ കർത്താവിനെ മറന്നു പോകാതിരിക്കാനാണിത്. ആ കർത്താവിനെ വിളിക്കാനാ. നെഞ്ചുപൊട്ടി എന്റെ ഭർത്താവിന്റെ മുമ്പിലല്ല കരയേണ്ടത്, ഭാര്യയുടെ മുമ്പിലല്ല കരയേണ്ടത്, മക്കളുടെ മുമ്പിലല്ല കരയേണ്ടത്, ഇവിടെ ഇരിക്കുന്ന വികാരിച്ചന്റെ അടുത്തല്ല കരയേണ്ടത്. അച്ഛാ, എന്റെ കുടുംബം മുഴുവൻ തകർന്നച്ചാ, എന്റെ മക്കൾ ഇങ്ങനെയായി പോയച്ചാ, പോയി കരയേണ്ടത് അവിടെയല്ല, കരയേണ്ടവന്റെ അടുത്ത് കരയണം. ദൈവവചനത്തില് അല്പവിശ്വാസി എന്നുള്ള ചിന്തയിൽ ഈശോ പറയുന്ന, ആദ്യം നീ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം ദൈവം നിനക്ക് തരും. ആ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കർത്താവ് പറയാണ്, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും എന്നതിനെ കുറിച്ച് നീ ഉൾക്കണ്ട. അതെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നുണ്ട്. ആ അറിയുന്ന ദൈവം എല്ലാം നമുക്കായി ക്രമീകരിക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ പദ്ധതിയോട് നമ്മൾ ചേരപ്പെടാൻ, ദൈവം എനിക്ക് തന്ന കഴിവ്, ദൈവം തന്ന ബുദ്ധി, ദൈവം തന്ന ശക്തി, അത് ഉപയോഗിച്ച് കർത്താവിനോട് ചേർന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കർത്താവ് നമുക്ക് ആവശ്യമായതെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് തരും. ഒന്നാമത്, അത് ചെയ്യാതിരിക്കുന്നവർ ജീവിതത്തിൽ ഒരു അസ്വസ്ഥത വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ നിന്ന് മാറിപ്പോകുമ്പോഴേക്കും അവരെ ദൈവം വിളിക്കുന്ന പേരാണ് അല്പവിശ്വാസി. നിങ്ങൾ വീണ്ടും വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വചനത്തിലെ 14-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ വീണ്ടും ഈശോ അല്പവിശ്വാസി എന്ന് വിളിക്കുന്നത്, ഈശോ ഈ വെള്ളത്തിൻ്റെ മീതെ നടന്നു വരുന്ന ഈശോ, കടലില് ഇപ്പം വള്ളത്തിൽ കൂടെ യാത്ര ചെയ്ത കർത്താവ്, ശ്രദ്ധിച്ചോണം, വള്ളത്തിലൂടെ യാത്ര ചെയ്ത കർത്താവ് ഇതാ വെള്ളത്തിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ആ ദൈവം ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ആദ്യം നടന്നത് വള്ളത്തിൽ കയറി വന്ന കർത്താവ് ഇതാ ശിഷ്യന്മാരെ തനിയെ വള്ളത്തിൽ കയറ്റി വിട്ടിട്ട് അവൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്യാണ്? തനിയെ വള്ളത്തിൽ കൂടാതെ വെള്ളത്തിൻ്റെ മുകളിൽ യാത്ര ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ രാത്രിയിൽ കടലിൽ പണി ചെയ്യുന്നവർക്ക് നല്ലതുപോലെ അറിയാം, ചിലപ്പം ചില തിരമാലകൾ ഇങ്ങനെയൊക്കെ പൊങ്ങി വരുമ്പോൾ നമ്മൾ ഓർക്കും ഭൂതമാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ തിരമാലകൾ ഈ രാത്രിയിൽ ചില ഇങ്ങനെ ഇതെല്ലാം കാണുമ്പോൾ, ചില ഇത് കടലിൻ്റെ വ്യത്യാസം കാണുമ്പോൾ ഈ നിലാവ് വെളിച്ചം കൊണ്ട് അടിച്ചു കഴിയുമ്പോൾ, അല്ല നമ്മൾ ലൈറ്റ്, ഈ പെട്രോമാക്സ് ആയിരുന്നു പണ്ട്, ഇപ്പം നമ്മുടെ എന്നതാണ് ഗ്യാസ് ലൈറ്റൊക്കെ ഉണ്ട്, നമ്മുടെ സോളാർ ലൈറ്റൊക്കെ ഉണ്ട്. ഇത് വെക്കുമ്പോൾ പെട്ടെന്ന് ഷെയ്ഡ് നോക്കുമ്പോൾ നമ്മൾക്ക് ആരോ അതുകൂടെ നടന്നു പോകുന്ന പോലെയൊക്കെ തോന്നും. ഇത് കണ്ട് ശിഷ്യന്മാർ പേടിച്ച് നിൽക്കുമ്പോഴാണ് ഈശോ പറഞ്ഞു, ഞാനാ, പേടിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഈശോ നടന്നു വരുന്നു കണ്ടപ്പോൾ, രാത്രിയിൽ അവൻ തനിച്ചായിരുന്നു, ഇതിനിടെ വഞ്ചി കരയിൽ ഏറെ ദൂരം അകന്നിരുന്നു, കാറ്റ് പ്രതികൂലമായിരുന്നാൽ തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിൻ്റെ മീതെ അവൻ നടന്നു വരുന്നത് അവർ കണ്ടു. ശിഷ്യന്മാർ പരിഭ്രാന്തം, ഭൂതമാണെന്ന് പറഞ്ഞ് അവർ നിലവിളിച്ചു. ഉടനെ അവൻ അവരോട് പറഞ്ഞു, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങനെയാണെങ്കിൽ ഞാനും ജലത്തിൻ്റെ മുകളിൽ കൂടെ ഞാനും വരട്ടെ.
ശ്രദ്ധിച്ചോ. വള്ളത്തിൽ കൂടെ പോയിട്ട് അവൻ പേടിച്ച് കറിയണം. ഇപ്പം അവൻ ചോദിക്കുകയാണ്, വള്ളത്തിൻ്റെ അവിടുന്ന് മാത്രമല്ല എന്നെ എന്ത് ചെയ്യണം, ഞാനിതാ നിന്റെ കൂടെ ഇറങ്ങി വരുവാ. ഈശോ പറഞ്ഞു, പോരടാ, ധൈര്യമായിട്ട് പോയി. യേശുവിൻ്റെ വിളി ലഭിച്ച പത്രോസ്, ഈ വലിയ മുക്കുവൻ, എന്ത് ചെയ്യുക, വള്ളത്തിൻ്റെ മുകളിൽ വള്ളം കൂടാതെ വെള്ളത്തിലൂടെ ഇറങ്ങി നടക്കുകയാണ്. ഇറങ്ങി നടക്കുന്ന പത്രോസിനെ നമ്മൾ കാണണം. ഇറങ്ങി യേശുവിൻ്റെ മുഖം ദൃഷ്ടിപദം, ആ യേശുവിനെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്ത പത്രോസിന് യാതൊരു ബുദ്ധിമുട്ടോ പേടിയോ തോന്നിയില്ല. ശ്രദ്ധിച്ചോണം. യേശുവിനെ നോക്കിക്കൊണ്ട് നടന്ന പത്രോസിന് വള്ളം കൂടാതെ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാൻ പറ്റി. എന്നാൽ അവൻ വരൂ, പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിൻ്റെ മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ടപ്പോ അവൻ ഭയന്നു. നമ്മള് ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മള്, ആ ക്രിസ്ത്യാനികള് യേശു കാണിച്ചു തന്ന വഴി യാത്ര ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. നിങ്ങൾ എന്നെ അനുഗമിക്കുവിനെന്നാണ്, അല്ലേ? ആർക്കെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ അവനെ കണ്ടുകൊണ്ട് വേണം. ഇഫ് യു വാണ്ട്, ഒരു നിർബന്ധമില്ല, ഇഫ് യു വാണ്ട് ടു ഫോളോ മീ, യു ഹാവ് ടു ടേക്ക് അപ്പ് യുവർ ക്രോസ് ആൻഡ് ഫോളോ മീ. നിന്റെ അനുദിന ജീവിതത്തിലെ കുരിശും എടുത്ത് എന്നെ അനുധാവനം ചെയ്യാം. അപ്പൊ നമ്മളെ ആരെ അനുധാവനം ചെയ്യുന്നത്? യേശുവിനെ. ആ യേശുവിനെ നമ്മൾ ദൃഷ്ടി പതിച്ചുകൊണ്ട് യാത്ര ചെയ്തപ്പോ പത്രോസിന് എന്തുണ്ടായില്ല? ഒന്നും ഒരു പ്രശ്നം തോന്നി. അവൻ കടലിന് മീതെയാണ്. പക്ഷെ അവൻ ചുറ്റുവട്ടത്തിൽ നോക്കിയപ്പോഴത്തേക്കും കാറ്റ് ആഞ്ഞു വീശുന്നതായി കണ്ടു. മറ്റുള്ളവരിലേക്ക് നമ്മൾ നോക്കിയപ്പോ, മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചപ്പോ, ചുറ്റുപാട് നമ്മൾ നോക്കിയപ്പോ, നമ്മൾ പറയുന്നല്ലേ, അവിടുത്തെ വീട്ടിലെ കൊച്ചു ആ മരുമോളെ എന്നാ സ്നേഹത്തോടെയാണ് അവിടെ സ്നേഹിക്കുന്നത്, എൻ്റെ മരുമോനെ എന്നാ സ്നേഹത്തോടെയാണ് സ്നേഹിക്കുന്നത്, എൻ്റെ ഇവിടെ ഒരുത്തനുണ്ട്, ഇവിടെ ഒരുത്തിയുണ്ട്. ചുറ്റുവട്ടത്തേക്ക് നോക്കുക. നമ്മൾ ധ്യാനിക്കുന്നത്, നമ്മുടെ അസ്വസ്ഥത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഉണ്ടാകുന്നത്? മറ്റുള്ളവരിപ്പോ അമേരിക്കയിലോ ഗൾഫിലോ എവിടെയെങ്കിലും പോയിട്ട് 10 കാശുണ്ടാക്കിയിട്ട് ഇവിടെ ചെറിയൊരു വീടിൻ്റെ സ്ഥാനത്ത് കൂര മാറ്റിയിട്ട് 2 നില കെട്ടിടം പണിത് കഴിയുമ്പോൾ അടിവയറ്റിന്ന് എന്തോ ഒരു ഇവിടെ ഉണ്ടോ അസുഖം? എനിക്കറിയത്തില്ലാത്തത് കൊണ്ടാണ്. ഞങ്ങളുടെ നാട്ടിലുണ്ട് ഈ അസുഖം, നിങ്ങളുടെ നാട്ടിലുണ്ട് ഈ അസുഖം. എന്നാൽ മറ്റുള്ളവർ വളരുന്ന് കാണുമ്പോഴേ അറിയാതെ അടിവയറ്റിന്ന് ഇങ്ങനെ പോച്ചകെട്ടിൽ വല്ലതും ഉണ്ടാകും. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള അസുഖമുള്ളവരുണ്ട്. മറ്റുള്ള നമുക്കറിയാൻ മേലെ ഇങ്ങനെ അങ്ങോട്ട് പൈസ ഉണ്ടാകുക എന്ന് പറഞ്ഞാല് പണ്ട് അറിയാൻ മേലെ ഇങ്ങനെ എത്രയോ പേര് പുറത്തു പോയിട്ടുണ്ട്. ഇത് പോയി ഉടനെ തന്നെ വീട് പൊളിച്ച് പണിയുന്നു, വണ്ടി മേടിക്കുന്നു. ഇത് ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാർക്ക് ഇങ്ങനെ അവർക്കിങ്ങനെ വയറ് ഗംഭീരാച്ചാ, എരിച്ചില്ല, പുളിച്ചത് കിട്ടില്ല. നിങ്ങൾക്കുണ്ടോ കമ്പീര്? നിങ്ങൾ നല്ല മനുഷ്യരാ. പരിശുദ്ധമ്മയുടെ സന്നിധി ഇരിക്കുന്നവർക്ക് അങ്ങനെ വിചാരിച്ച ഇവിടെ അങ്ങനെ പുളിച്ചിലുള്ളവര് തികട്ടുണ്ടവരുണ്ടോ എനിക്കറിയത്തില്ല. അപ്പൊ നമുക്ക് ചിലവർക്കുണ്ടിത് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇതങ്ങനെ കാണുമ്പോഴത്തേന് നമ്മൾ എങ്ങനെ അങ്ങോട്ട് പൈസ ഉണ്ടാവുക മനസ്സിലാകുന്നുണ്ടോ? ഈ നമ്മളെ ചുറ്റുവട്ടത്തേക്ക് നോക്കി കഴിയുമ്പോ അവരുടെ കുറവുകളല്ല, അവരുടെ വളർച്ച കാണുമ്പോ നമ്മുടെ ഉള്ളില് നമ്മളും ഉണ്ട്, എനിക്കും ഉണ്ട് ഒരു കെട്ടിയാൻ, അവനും ഉണ്ട് പോയിട്ടുണ്ട്, എന്നാ അവൻ ഉണ്ടാക്കി തരുന്നേ, എനിക്കും ഉണ്ട് മക്കള് 3-4 എണ്ണം, പറഞ്ഞിട്ട് കാര്യമുണ്ടാ? ഹല്ലേലൂയ, യേശുവേ നന്ദി. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടാകും. ചുറ്റുവട്ടം നോക്ക്, അവൻ വളർന്നു കാണുമ്പോ നമ്മുടെ ഉള്ളിൽ പിന്നെ മുഴുവനും പ്രാർത്ഥന, ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ചു, എനിക്ക് എൻ്റെ ദൈവമേ ഇങ്ങനെ ഒരെണ്ണത്തെ ആണല്ലോ കിട്ടിയത്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ചുറ്റുവട്ടത്തേക്ക് നോക്കിയിട്ടാ. നിന്നിൽ ഉറങ്ങുന്നവനെ, നിന്റെ കൂടപ്പുറപ്പായി നിന്നെ കൊണ്ടു കിടക്കുന്ന കർത്താവിനെ
നമ്മളോ കാണുന്നില്ല. പിന്നെ അവരിനുള്ളതും എനിക്കില്ലാത്തതിനെ പറ്റിയുള്ള ആകുലതകളാ, അസ്വസ്ഥതകളാ, ബുദ്ധിമുട്ടുകളാ. ഇത് കേൾക്കുമ്പോഴത്തേനും നമ്മൾ ഭയപ്പെടുകയാ. ചുറ്റും കണ്ട ആ തിരമാലകൾ വരുന്നു കണ്ടപ്പോ അവരെന്ത് ചെയ്യാണ്? ഭയപ്പെട്ടിട്ട് പറയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എനിക്ക് അതില്ലല്ല എൻ്റെ ദൈവമേ, എനിക്ക് ഇതില്ലല്ല എൻ്റെ ദൈവമേ, അതില്ലല്ല എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് പിന്നെ നെടുവീർപ്പാണ്, കരച്ചിലാണ്. പ്രൈസല്ലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭർത്താവ് അവിടെ ഭാര്യയെ സ്നേഹിക്കുന്നത് കാണും. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഈ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമല്ല, പണ്ടേ തൊട്ട് ഇഷ്ടക്കേടാണ്. അപ്പം ഈ ഒരു വയസ്സ് ഞാൻ പള്ളിയിൽ കൊച്ചച്ഛനായിരുന്ന സമയത്ത് അവിടുത്തെ വികാരിച്ചന് എന്നോട് പറഞ്ഞു ഈ എല്ലാ പ്രേമവിവാഹത്തെ അങ്ങനെയൊന്നും നീ പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞു 99.2% എനിക്ക് പ്രേമവിവാഹത്തെ എതിരാണ്. കാരണം എന്നാ, എൻ്റെ കാരണങ്ങൾ പലതും ഉണ്ടാകാം. എനിക്ക് അതിനകത്ത് വലിയ ഒന്ന് കാണാം. കാരണം കർത്താവിൻ്റെ സന്നിധിയിൽ ആയിത്തീർന്ന് മാതാപിതാക്കൾക്കറിയാം മക്കളുടെ സ്വപ്നങ്ങളും കാര്യങ്ങളെക്കുറിച്ച്. അവർ കഷ്ടപ്പെട്ട് വളർത്തുക, അത് നമ്മൾ ചിന്തിക്കുന്നു. ഓക്കെ. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ കൊച്ചച്ഛനായിരിക്കുന്ന പള്ളിയുടെ താഴ്വശത്ത് വേറൊരു താഴെയുണ്ടൊരു വീട്. അപ്പം അവിടുത്തെ വീട്ടിലെ ചേച്ചി ഇങ്ങനെ സ്നേഹിച്ച് കെട്ടിയതാണ്. പള്ളിയിലെ വലിയ ആളാണ്. അപ്പം വിചാരിച്ചൊരു ദിവസം എന്നോട് പറഞ്ഞു, എടാ നമുക്കെന്നാൽ ഒന്ന് പുറത്ത് പോകാം. അപ്പോൾ ഇവിടെ ഇട്ടു. ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ പുറത്ത് പോവുകയാണ്. പ്രൈസല്ലോ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ചേട്ടൻ ചോദിക്കുകയാണ്, ഇടയ്ക്ക് ഞങ്ങൾ ജ്യൂസ് കുടിക്കാനും ഭക്ഷണം കഴിക്കാനും എല്ലാം ഇറങ്ങിയപ്പോഴത്തേനും കെട്ടിയോളെ വിളിച്ചിട്ട് പറയാണ്, എടീ മോളു നിനക്ക് വല്ലതും വേണോ? 20 വർഷമായി കല്യാണം കഴിഞ്ഞിട്ടേ. മോളു നിനക്ക് വല്ലതും വേണോ? ഞങ്ങളിപ്പം ജ്യൂസ് കുടിക്കുക, നിനക്ക് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. വികാരിച്ചന് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കേണ്ട വികാരിച്ചൻ എൻ്റെ കൂടെ പുറകിലിരിക്കുക. ഞാൻ ഓർത്ത് എന്നോട് സ്നേഹം മൂത്തിട്ടായിരിക്കും. കാരണം മുമ്പിൽ ഡ്രൈവറിനും ഒരു ആക്കൽ ഇരിക്കാൻ പറ്റും. ഞാൻ വിചാരിച്ചോട് പറഞ്ഞു, അച്ഛൻ ഇരുന്നോ? ഇല്ലല്ലോ, നമുക്ക് ഒരുമിച്ചിരിക്കാം. കുറെ കഴിഞ്ഞപ്പോഴേ എനിക്കതിന് ഗുഡൻസ് മനസ്സിലായത്. ഈ മോളുകൾ കേൾക്കുമ്പം വിചാരിച്ചൻ എൻ്റെ തോളയുടെ ചൊറിഞ്ഞോണ്ടിരിക്കുകയാണ്. കണ്ടോ ഞാൻ അപ്പോഴാ കാര്യം പിടുത്തം കിട്ടിയേ. ഇത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ കിടന്ന് ഇങ്ങനെ ഈ പലയിടത്തും ചെല്ലുമ്പോൾ ഞങ്ങൾ മേടിക്കുന്ന സാധനം എല്ലാം പുള്ളി ഒന്നുകൂടെ മേടിച്ച് എന്ത് ചെയ്യും? വണ്ടിയെ സ്റ്റോക്ക് ചെയ്യുക. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, കണ്ടോടാ സ്നേഹം കണ്ടു, നീ അങ്ങനെ പ്രേമവിവാഹത്തെ തള്ളി പറയരുത്. 20 വർഷമായിട്ടും കണ്ടില്ല അവിടെ സ്നേഹം, പുതിയ സ്നേഹമാണ്. കർത്താവിൻ്റെ സ്നേഹത്തോട് ചേർത്ത് വെക്കണം. ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ്. എനിക്ക് കൊതി വിടാൻ വേണ്ടിയിട്ട് വികാരിച്ചൻ എന്നെ കൊണ്ടുപോയതാണ്. ഇത് കഴിഞ്ഞ് ഞാൻ ആ ചേച്ചിയോട് പ്രാവശ്യം പിന്നെ കണ്ടപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചിക്ക് ചേട്ടന് ഭയങ്കര സ്നേഹം ചേച്ചിയോടല്ലേ എന്ന് ചോദിച്ചു. ചേച്ചി ചോദിച്ചു, എന്നാ? അല്ല ഞാൻ കേട്ടു. എന്നാ കേട്ടു? മോളു എന്ന് വിളിക്കുന്നത്. മോളുവോ? ആ. എന്നിട്ടോ ഞങ്ങൾ ജിലേബി മേടിച്ചപ്പം ഇങ്ങനെ ചേച്ചിക്കും മേടിച്ചല്ല. എൻ്റെ അച്ഛ 20 വർഷമായി അവൻ എന്നെ സ്നേഹിച്ചിട്ട്. ഞാൻ പറയുന്നത് കള്ളത്തരം പറയരുത്. ഈ മേടിച്ചോണ്ട് വന്നതോ അവന് തിന്നാൻ. ഇത് ചുമ്മാ ഷോയാച്ച. അവൻ വീട്ടിൽ വന്നിട്ട് അത് മുഴുവൻ തിന്നു. എനിക്കൊന്നും തന്നിട്ടൊന്നുമില്ല, മക്കൾക്കും കൊടുത്തില്ല. ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ അവൾ അഭിനയിക്കുകയാണ്, ഞങ്ങളുടെ കുടുംബം സൂപ്പറാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കണ്ടിട്ട് നിങ്ങൾ ഓർക്കരുത് അപ്പുറത്തെ എന്നതാണ് ആൽബ്രട്ടിന്റെ ജീവിതം നല്ലതാണെന്ന്. അവക്ക് സാരി മേടിക്കുമ്പോ നീ ഓർക്കരുത്. ഇതൊക്കെ അവരുടെ തന്ത്രങ്ങളാണ്. അന്ന് കണ്ടിട്ട് നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥപ്പെടരുത്. അതുകൊണ്ടാണ് നീ ഇത് കാണുമ്പോഴത്തേനും എൻ്റെ കുടുംബം എനിക്കിങ്ങനെ വന്നല്ലോ എൻ്റെ കർത്താവേ, എൻ്റെ കുടുംബത്തിൽ എത്രയോ പ്രാർത്ഥിച്ചിട്ട് അമ്മേ മാതാവേ നിന്റെ മുമ്പിൽ എന്തേലും പ്രാർത്ഥിച്ചിട്ട് അവനെ ഞാൻ സെലക്ട് ചെയ്തതാ. അവൻ്റെ നിപ്പും അവൻ്റെ ഇരിപ്പും അവളുടെ നോട്ടവും അവളുടെ വിനയവും ഒക്കെ കണ്ടപ്പോഴത്തേനും ഞാൻ പെണ്ണു കാണാൻ ചെന്നപ്പോൾ അവളുടെ നിപ്പ് കണ്ടപ്പോൾ ഞാൻ ഓർത്തു അവളെന്നെ സ്നേഹിക്കുമെന്ന്. കൂടെ കടന്നു കഴിഞ്ഞപ്പോഴല്ലേ രാപ്പനി അറിയുന്നേ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ചുറ്റുവട്ടത്തേക്കല്ല, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ കണ്ണ് നമ്മൾ തെറ്റിച്ചാൽ നമ്മൾ ഭയപ്പെടും. ഏത് ജീവിതമാണെങ്കിലും ഭയപ്പെടും. ദൈവത്തിലാണ്. അവൻ ദൈവത്തെ വിളിച്ചു പോയപ്പോ ഒരു തിരമാലകൾ ഉണ്ടായിരുന്നു, വെള്ളം നിൽപ്പുണ്ട്, കാറ്റുണ്ട്, പക്ഷെ ഒന്നും അവനെ അസ്വസ്ഥപ്പെടുത്തിയില്ല. പക്ഷേ അവൻ എപ്പോ കർത്താവിന്റെ സന്നിധിയിൽ നിന്നും നിന്റെ ദൃഷ്ടി മാറുന്നോ അപ്പം നിന്റെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. നിന്റെ ജീവിതത്തിൽ അസ്വസ്ഥത തുടങ്ങും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഈ അസ്വസ്ഥത വചനമറിവ്. അതുകൊണ്ട് ഈശോ പറയുന്നത്, അല്പവിശ്വാസം നീ എന്തിന് സംശയിച്ച്, എന്തിന്? അവൻ കൈപിടിച്ച് കർത്താവ് അവനെ വീണ്ടും അവനെ മാറ്റുകയാണ്. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. വീണ്ടും നമ്മൾ കാണുന്നത് ഒരു വിശ്വാസികളായ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഒരു അപ്പൻ തൻ്റെ കൊച്ചിന് അപസ്മാരോഗം പിടിപെട്ട കൊച്ച്, അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ ശിഷ്യന്മാരെ അടുത്ത് വരികയാണ്. ശിഷ്യന്മാരെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ പഠിച്ച പണി 18 നോക്കിയിട്ട് അവനെ സുഖപ്പെടുത്താൻ പറ്റിയില്ല. കാരണം ഈശോ താബോറിൻ്റെ മുകളിലാണ്. ഈശോ താബോറിൻ്റെ മുകളിലാണ്. താബോറിലാണ് ഈശോ. പത്രോസ്, യാക്കോബ്, യോഹന്നാനും കൂട്ടിക്കൊണ്ട് ഈശോ താബോറിലേക്ക് പോയി. അതിന് തൊട്ട് മുമ്പ് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്, ഇവർക്ക് എല്ലാ അധികാരവും കൊടുത്ത് രോഗികളെ സുഖപ്പെടുത്തുവാനും പിശാചുകളെ വേഷിക്കാതിരിക്കാനും 72 പേരെ തിരഞ്ഞെടുത്ത് കർത്താവ് വിടുന്ന ചിത്രം നമ്മൾ കാണുന്നുണ്ട്. അവർ പോയി സുവിശേഷ പ്രഘോഷണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവരുടെ അത്ഭുത രോഗശാന്തികളും കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്ത് അവർക്ക് ഒരു അസ്വസ്ഥതയോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായില്ല. പക്ഷേ കർത്താവ് അവരുടെ ജീവിതത്തിൽ നിന്ന് മാറി അവരോർത്തു കർത്താവിനെ കാത്ത്, താബോറിൽ ഇരിക്കുന്ന കർത്താവിനെ കാത്ത് താഴ്വാരത്തിരുന്ന ശിഷ്യന്മാർക്ക് അവരുടെ അടുത്ത് വന്ന് ആര് പറഞ്ഞു? ഒരപ്പൻ വന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ എൻ്റെ കൊച്ചിന് ഇങ്ങനെ അപസ്മാര രോഗം പിടികെട്ടിരിക്കുകയാണ്, അവനെ രക്ഷപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. അവർ പഠിച്ച പണി 18 നോക്കിയപ്പോട്ടും ഇതിന് തൊട്ട് മുമ്പ് ഇവർ പോയി സുവിശേഷ പ്രഘോഷണവും അത്ഭുതമായ ഇടപെടലും അവർ കണ്ടവരാ. പക്ഷെ ഇപ്പോൾ അവർക്ക് എന്നാ പറ്റി? ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇടപെടേണ്ട ദൈവിക ശക്തിയെപ്പറ്റി അവർ തിരിച്ചറിഞ്ഞില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നിരവധിയായ അനുഗ്രഹങ്ങളും ദാനങ്ങളും ഇതുവരെ നമുക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമുക്കറിയാം ദൈവം ഇടപെട്ടുകൊണ്ടാണ് പലതും നമ്മുടെ ജീവിതത്തിൽ നടന്നത്. നമ്മളൊക്കെ പലതും ചെയ്തു കൂട്ടാനൊക്കെ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത് കൊണ്ടാണ്. എൻ്റെ കഴിവുകൊണ്ടാ ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് നമ്മൾ പറഞ്ഞാലും ഈ കഴിവ് ആരാ തന്നെ? ദൈവമല്ലേ. എനിക്ക് ബോട്ട് മേടിക്കാനും വല മേടിക്കാനും എനിക്ക് അധ്വാനിക്കാനും അതിനുള്ള കഴിവ് തന്നത് ആരാ? ദൈവം തരാത്തതായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ദൈവത്തിൻ്റെ കഴിവില്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയാവോ? പാപം ചെയ്യും. ദൈവത്തിൽ നിന്ന് അകലാൻ മാത്രമേ നമുക്ക് നമ്മുടേതായ ഒരു കഴിവുള്ളൂ. ബാക്കിയെല്ലാം അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നില്ലേ, സർവവും ദാനമായിരിക്കെ നമുക്ക് അഹങ്കരിക്കാൻ എന്തുണ്ട്? പൊടിയും ചാരവുമായ മനുഷ്യ, നിനക്ക് അഹങ്കരിക്കാൻ എന്തുണ്ട്? നിന്റെ ജീവൻ നിന്റെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നീ എന്താണ്? ചവ്വ അല്ലേ? ഇന്നലെ വരെ VS അച്യുതാനന്ദൻ ഇന്നലെ വരെ എന്തായിരുന്നു? ജീവനുള്ള VS അച്യുതാനന്ദൻ. ഇന്ന് എന്തായി മാറി? ഡെഡ് ബോഡിയായി. ഇന്നലെ വരെ അമ്മ, ഇന്ന് ഡെഡ് ബോഡി. എപ്പോഴാണ് ഡെഡ് ബോഡി കൊണ്ടിരുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നലെ വരെ സ്വന്തം എന്തെല്ലാം സ്വരൂപിച്ചതാ നമ്മള്, ഇന്നെവിടെയാ? ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ എന്തേ ഉള്ളൂ? ഉണ്ടായത് മുഴുവനും, നമുക്കുള്ളത് മുഴുവനും, നമ്മൾ ഈ ദേവാലയത്തിലേക്ക് നടന്നു വന്നതും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നീ അതിനാ ഭയപ്പെടേണ്ട.
ഈ ദൈവത്തിൽ നിന്നുള്ള ആ സാന്നിധ്യം, ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ ശിഷ്യന്മാർക്ക് പിന്നെ അത്ഭുതങ്ങളോ അടയാളങ്ങളോ പ്രവർത്തിക്കാൻ പറ്റാതെ പോയി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവരെല്ലാം ഈശോ വിളിക്കുന്ന പേരാണ് അല്പവിശ്വാസികളെ. നിന്റെ ജീവിതത്തിൽ വചനം നമ്മൾ പുറപ്പാട് മുതൽ നിയമാവർത്ത പുസ്തകത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പുറപ്പാട് സംഭവത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നൊരു ഭാഗമുണ്ട്. വചനം നമ്മളെ ഈ മോശ ജനത്തെ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ മോശ തൻ്റെ പഴയ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തിലുള്ള ഏക സത്യ ദൈവത്തിലുള്ള വിശ്വാസം പഠിപ്പിക്കുന്ന ഭാഗമുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചോണം. ഈശോ മോശ ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൂട്ടി പറഞ്ഞു, കർത്താവ് നിങ്ങളുടെ മുമ്പാകെ ഈജിപ്തിൽ വെച്ച് ഫറവോയോടും അവന്റെ സേവകരോടും രാജ്യത്തോടും ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ പഴയ കാലങ്ങളിൽ നമ്മൾ നടന്നു വന്ന വഴിയിൽ ദൈവം എപ്രകാരമാണ് നമ്മളെ കാത്തു പരിപാലിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ശ്രദ്ധിച്ചോണം. ആ ദൈവം വീണ്ടും നിങ്ങൾ നേരിക്കണ്ട കഠിന പരീക്ഷകളും അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും തന്നെ, എങ്കിലും ഹൃദയവും കാണാൻ കണ്ണുകൾ, കേൾക്കാൻ കാതുകളും കർത്താവ് ഇന്ന് വരെ നിങ്ങൾക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് പറയാണ്, ഞാൻ നിങ്ങളോട് മരുഭൂമിയിലൂടെ നയിച്ച 40 വർഷം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകിപ്പോവുകയോ നിങ്ങളുടെ ചെരുപ്പ് തേഞ്ഞു പോവുകയോ ചെയ്തില്ല. നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അപ്പമായും മന്നയും നിങ്ങൾക്ക് കാടപ്പക്ഷിയും തന്നവൻ ദൈവമാണ്. അവൻ പകല് മേഘസ്തംഭത്തിലും രാത്രിയിൽ അഗ്നിസ്തംഭത്തിലും അവൻ നിനക്ക് മുമ്പേ നടന്നു. നിന്റെ മുമ്പേ നിനക്ക് വേണ്ടി കൂടാരം അടിക്കാൻ നിന്റെ ദൈവമായ കർത്താവ് ഒരു കൂടാരം അന്വേഷിച്ച് നടന്നു നിനക്ക് മുമ്പേ. ആ കർത്താവിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് വിശ്വാസത്തിന്റെ. അതുകൊണ്ട് പൂർവ്വ യാക്കോബ് തനിക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളൊക്കെ ആയിട്ട് യേശോവിനെ കാണാൻ വരുമ്പോൾ, യേശോവിനെ കാണുന്നതിന് മുമ്പ് പൂർവ്വ യാക്കോബ് നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തില്. പൂർവ്വ യാക്കോബ് ബലിയർപ്പിക്കാൻ വേണ്ടി തൻ്റെ ജനത്തെ വിളിച്ചു കൂട്ടിയിട്ട് യാക്കോബ് തൻ്റെ ജനത്തോട് പറയുന്ന ഭാഗം ശ്രദ്ധിച്ചോണം. ജനത്തോട് പറയാണ്, എൻ്റെ കഷ്ടപ്പാടിൽ ഞാൻ ആർക്കാണ് ബലിയർപ്പിക്കാൻ പോകുന്നത്? നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ ജീവിതത്തെ ശ്രദ്ധിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവിന്റെ സന്നിധിയിൽ നീ ബലിയർപ്പിക്കാൻ വരുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ പള്ളിയിൽ വരുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ കൂദാശകളിൽ പങ്കെടുക്കുന്നത്? വചനം പറയാണ് അവൻ കുടുംബാംഗങ്ങളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കഷ്ടപ്പാടിൽ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊണ്ടവനും ഞാൻ പോയിടത്തെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവനുമായ ആ ദൈവത്തിന് ഞാൻ ബലിയർപ്പിക്കും. ഇറ്റ്സ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇതൊരു വ്യക്തിബന്ധം, ഭക്തി പ്രകടനമല്ലത്. എൻ്റെ കഷ്ടപ്പാടിൽ എൻ്റെ കൂടെ നടന്നവൻ, ഞാൻ പോയിടത്തെല്ലാം എൻ്റെ കൂടെ നടന്നവൻ, എൻ്റെ കഷ്ടപ്പാടിൽ എൻ്റെ പ്രാർത്ഥന കേട്ടവൻ, ആ ദൈവത്തിനാണ് ഞാൻ ബലിയർപ്പിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ നിമിഷം വരെ എന്നെ കൊണ്ടു നടക്കുന്ന, എന്നെ പരിപാലിക്കുന്ന, എന്നെ ജീവിക്കുവാൻ ഈ നിമിഷം വരെ അനുവദിച്ചിരിക്കുന്ന ആ ദൈവത്തിന്, അവനാണ് നമ്മൾ ബലിയർപ്പിക്കാൻ പോകേണ്ടത്. ഇതാണ് ശരിയായ ഒരു വ്യക്തി ബന്ധമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ ശ്രീയുടെ ലേഖനത്തില് യോഹന്നാൻ പറയുന്ന വാക്കെന്താണ്? യോഹന്നാൻ ഒന്നാം ലേഖനത്തിൽ 1-ാം വാക്യം പറയാണ്, ഞങ്ങൾ കണ്ടതും കേട്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായ, അതാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇതാണ് ശരിയായ വിശ്വാസത്തിന്റെ ആഴം എന്ന് പറയുന്നത്. ഞങ്ങൾ അനുഭവിച്ച, എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ കർത്താവ്, എന്നെ കൂടെ നടക്കുന്ന കർത്താവ്. അതുകൊണ്ടാണ് ഈശോ എമ്മാനുവലായി മാറിയത്. ദൈവം നമ്മോട് കൂടെയാണ്. ദൈവം നമ്മുടെ കൂടെ അല്ല, ഇപ്പോ നമ്മുടെ ഉള്ളിലായി കർത്താവ്. നിന്റെ കൂടെ, നിന്റെ വിഷമങ്ങൾ നിനക്കുണ്ടെങ്കിൽ, നിനക്ക് ആകുലതകൾ ഉണ്ടെങ്കിൽ, നിനക്ക് അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ, നിന്റെ വയറ്റിൽ പുളിച്ചതേട്ടിൽ കയറി വരുമ്പോ ആ പുളിച്ചതേട്ടനോടൊപ്പം കർത്താവുണ്ട്. ഇപ്പോ ആ കർത്താവിൽ വേണം നമ്മൾ ആശ്രയിക്കാൻ. നീ ഒറ്റയ്ക്കല്ല. നിന്റെ കൂടെ എൻ്റെ കർത്താവുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്.
ആ കർത്താവിലേക്കാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. എൻ്റെ ജീവിതത്തെ അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വേണം. നമ്മൾ ഓർക്കണം, ഒരു കാനാൻകാരി തൻ്റെ മകൾ, ഏക മകൾക്ക് രോഗം പിടിപെട്ട് കഴിഞ്ഞപ്പോൾ അമ്മയുടെ വിശ്വാസം മക്കൾക്ക് സൗഖ്യമായിട്ട് മാറുകയാണ്. അമ്മയുടെ വിശ്വാസമാണ്. മത്തായിയുടെ സുവിശേഷത്തില് 16-ാം അധ്യായത്തിൽ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അമ്മയുടെ വിശ്വാസമാണ് മക്കൾക്ക് എന്തായി മാറുന്നത്? കാനാൻകാരി അമ്മയുടെ വിശ്വാസം മക്കൾക്ക് സൗഖ്യമായിട്ട് മാറുകയാണ്. അപ്പന്റെ വിശ്വാസമാണ് അപസ്മാര രോഗിയുടെ സൗഖ്യപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. വിധവയുടെ ഏക മകൻ അവൻ മരിച്ചപ്പോ അവളുടെ വിശ്വാസം ഘോഷയാത്രയെ തടഞ്ഞു നിർത്തി, വിലാപയാത്രയെ തടഞ്ഞു നിർത്തിയിട്ട് ഘോഷയാത്രയാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. അവനിലുള്ള വിശ്വാസത്തിലാണ് നമ്മൾ വളരേണ്ടത്. അവനിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അവനാണ് നമ്മളെ വഴി നടത്തുന്നത്. എൻ്റെ കഴിവോ എൻ്റെന്ന് ഞാൻ ഉണ്ടാക്കിയത് മുഴുവൻ ഞാൻ എന്നെ കട്ടപ്പെട്ടെന്നാ പറയുന്നത്. കട്ടപ്പെടാനുള്ള ആരോഗ്യവും എല്ലാം തന്നത് അവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇതൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദൈവത്തിലുള്ള എൻ്റെ വ്യക്തിപരമായ ഒരു ദൈവമായിട്ടുള്ള ദൈവാനുഭവ വിശ്വാസം എന്ന് പൗലോസ് അതിനെ പറയുന്നുണ്ടാ. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഈ ക്രിസ്തുവിലുള്ള നമ്മുടെ ദൈവത്തിലുള്ള എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം, എന്നെ കൂടാതെ എന്നെ സൃഷ്ടിച്ചെൻ്റെ ദൈവം, ആ ദൈവത്തിലുള്ള ആശ്രയമാണ് യഥാർത്ഥ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. എൻ്റെ ദൈവം, നിങ്ങൾ ഓർക്കരുത്, നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ട് ദൈവം മിണ്ടാതിരിക്കുകയല്ല. കർത്താവിൻ്റെ ബലിപീഠത്തെ നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയും ദൈവം കേൾക്കാതെ പോകുന്നില്ല. ആ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുന്നതാണ് കുർബാന എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ. ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടിട്ട് ആ ദൈവം നിന്റെ കൂടെ ഇറങ്ങി വരുവാണ് നിന്റെ പ്രശ്നത്തിലേക്ക്, നിന്റെ പ്രയാസത്തിലേക്ക്, നിന്റെ ബുദ്ധിമുട്ടുകളിലേക്ക്. എന്നിട്ട് നീ പറയരുത് എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ലെന്ന് പറയരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവം തന്ന ദാനം, ദൈവം തന്ന ഏറ്റവും വലിയ ദാനമാണ് ഒരു ക്രിസ്ത്യാനിയായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം അനുവദിച്ചത്. ആ ദൈവത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുക. എന്നെ സൃഷ്ടിച്ച് എന്നെ പരിപാലിക്കുന്ന ആ പൊന്നു തമ്പുരാൻ, ആ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. ആ കർത്താവിലേക്കൊന്ന് ഒരു നിമിഷം ഒന്ന് കണ്ണുകളടയ്ക്കുക. നിന്റെ വിഷമങ്ങളെല്ലാം നിങ്ങളുടെ വലതുകരങ്ങളിൽ എടുക്കുക. നിന്റെ വിഷം മുഴുവനും വലതുകരം നീട്ടിപ്പിടിക്കുക. വലതുകരം കർത്താവിൻ ദൈവികാരൻ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. എൻ്റെ ഉള്ള എല്ലാ വിഷമങ്ങളും കർത്താവിലേക്ക് കൊടുക്കുക. നിന്റെ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും, ബുദ്ധിമുട്ടുകളും, ഞെരുക്കങ്ങളും, കടബാധ്യതകളും, രോഗങ്ങളും, ഏതെല്ലാം മേഖലയിൽ നീ അനുഭവിക്കുന്നുവോ അതെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. നിന്റെ കൂടെ നീ വിഷമസന്ധിയിലൂടെ യാത്ര ചെയ്യുമ്പോഴും, നിന്റെ തകർച്ചയിലും നിന്റെ ഉയർച്ചയിലും, നിന്റെ പ്രതിസന്ധികളിലും നിന്റെ രോഗങ്ങളിലും നിന്റെ കടബാധ്യതകളിലും എല്ലാം നിന്നെ കാണുന്ന ദൈവം, നിന്റെ ജീവിതമാകുന്ന തോണിയിൽ നിന്നോടൊപ്പം യാത്ര ചെയ്യുന്ന കർത്താവ്, ആ കർത്താവ് നിന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആ കൂടെയുള്ള കർത്താവ്, വചനം ജീവൻ നൽകുന്ന ജീവനുള്ള വചനം, ആ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് ഈശോയെ എന്ന് കൊടുക്കുക. ഈശോയെ നീട്ടിപ്പിടിച്ച് ബർത്തിമേയുസ് എന്ന് പറയുന്ന അന്ധയാചകൻ ഇതാണ് രക്ഷാകരമായ സമയമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ജനക്കൂട്ടവും ശിഷ്യന്മാരൊക്കെ പറഞ്ഞു നിശബ്ദനായിരിക്കാൻ. അപ്പോൾ ബർത്തിമേയുസ് എന്ന അന്ധയാചകന് മനസ്സിലായി,
ഇതാണ് രക്ഷാകരമായ സമയം. ഈശോ തമ്പുരാൻ, ദാവീദിന്റെ പുത്രനായ ഈശോ ഇതാ ഈ മധ്യത്തിലേക്ക് കടന്നു വരുന്നു എന്ന് തിരിച്ചറിഞ്ഞ കർത്താവ് അവനെ കണ്ടിട്ട് ഈശോയുടെ സന്നിധി അവൻ വിളിച്ചു, എന്റെ കർത്താവേ, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നെ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോ ഈശോ അവിടെ നിന്നിട്ട് അവനോട് ചോദിച്ചു, മോനെ, നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ആ ഈശോയിലേക്ക് കൊടുക്കട്ടെ. കണ്ണീരോടെ, നിന്റെ വേദനയോടെ, നിന്റെ വിഷമത്തിലേക്ക് ഇത് കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന സമയം, ദൈവത്തിന്റെ രക്ഷാകരമായ സമയം. ആ സമയത്തില് കർത്താവിലേക്ക് കൊടുത്തിട്ട് കർത്താവിനെ വിളിച്ചപേക്ഷിക്കട്ടെ. നീയും നിന്റെ കുടുംബവും ഈ നിമിഷം കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നു. ആ വിശ്വാസത്തോടെ, എന്നെ രക്ഷിച്ച ദൈവം, എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അനുവദിച്ച കർത്താവ്, ഈ നിമിഷം വരെ ജീവിക്കാൻ അനുവദിച്ച കർത്താവ്, ആ കർത്താവ് എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഞെരുക്കുകൾ ഏറ്റെടുക്കുന്നു. ആ കർത്താവിലേക്ക് കുട്ടികളെ കൊടുത്തു പ്രാർത്ഥിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ, യേശുവേ എന്ന് വിളിക്കട്ടെ. അവൻ കേൾക്കാൻ തക്ക വിധം അവനെ വിളിച്ചു. ഈശോ അവിടെ നിർത്താൻ തക്ക വിധം ഈശോയെ കേട്ട് ഈശോയെ എന്ന് വിളിക്കട്ടെ. വിട്ടുകൊടുക്കട്ടെ, ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കട്ടെ. നിന്നെ അറിയുന്ന കർത്താവിലേക്ക്, നിന്റെ ഭാരങ്ങൾ അറിയുന്ന കർത്താവിലേക്ക്. നീ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറയുന്ന ആ കർത്താവിന്റെ വചനത്തിന്റെ അഭിഷേകം ഈ സമൂഹത്തിലേക്ക് ഇപ്പോ ഈ നിമിഷം നിറയട്ടെ.